ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താൻ ഞാൻ ഒടുവിൽ ഇവിടെ വന്നിങ്ങനെ വരുന്നത് ഞാൻ ഈ ടെൻ്റ് ഇങ്ങനെ കണ്ടപ്പോൾ ഒരാളിനോട് ചോദിച്ചു എന്താണ് ഈ നമ്മുടെ സരിതാ സവീതയുടെ മുമ്പിൽ ഒരു ടെൻ്റ് കെട്ടിയിട്ടുണ്ടല്ലോ. എനിക്ക് ആകെ ഒരു കൺഫ്യൂഷനായി, പലതും ചിന്തിച്ചു കേട്ടോ. അത് അപ്പോൾ അങ്ങനെയാണ് പുള്ളി പറഞ്ഞ് ഇവിടെ എന്തോ ഒരു ഫിലിം ഫെസ്റ്റിവൽ ഉറപ്പുണ്ടെന്നാണ് തോന്നുന്നത്, ഒന്ന് അന്വേഷികള അതിൻ്റെ മുമ്പിൽ കൂടെ കാണാൻ. അങ്ങനെയാണ് ഞാൻ ഇന്ന് ഉച്ച കഴിഞ്ഞ് ഇതിലേ വരുന്നത്. യാദൃച്ഛിക സംഭവം. ഒരു തരം പ്രൊഫഷനുകളിലേക്കാണ് ഇങ്ങോട്ട് കയറാൻ ഭാവിച്ചപ്പോഴത്തേക്ക് സെക്യൂരിറ്റി എന്നെ തടഞ്ഞു. എവിടെ പോന്ന്? അപ്പം ഞാൻ ആലോചിച്ച് ഇവിടെ എന്താണ് ഫിലിമൊക്കെ ഇതൊക്കെ നടത്തുന്നത് ഒരു വേറെ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയാ. വാപ്പൻ്റെ ഒരു കാര്യം ചെയ്യും, എവിടെ നിന്നാണ് വരുന്നത്, ഇന്ന് പുറത്തോട്ട് ഇറങ്ങി നില്ലെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇതെന്താണെന്ന് പറ. ഇതേ ഫിലിം ഫെസ്റ്റിവലാണ്. ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്ന സ്ഥലത്ത് നിങ്ങളെപ്പോലുള്ളവർക്ക് വന്നിട്ട് എന്താ കാര്യം? ഞാൻ പറഞ്ഞു ഞാനിതിൻ്റെ ഒരു ആസ്വാദകനാണ്. അമേച്ചർ നാടകങ്ങൾ മുതൽ പ്രൊഫഷണൽ നാടകം വരെ ഞാൻ കാണുന്നുണ്ട്, അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ പണ്ട് മുതൽ പാടുകയും അഭിനയിക്കുകയൊക്കെ ചെയ്തൊരു എളിയ കലാകാരനാണ് പണ്ട്. അപ്പോഴാണ് ഈ പെൺകുട്ടികളെ കണ്ടത്. ആ കുട്ടിയാണ് നിൽക്കുന്നത്. അപ്പാപ്പൻ ഇവിടെ നിന്ന് വരുന്നു, ബാ ഇങ്ങോട്ട് കയറി വാ. ഞാൻ പറഞ്ഞു എന്നെ തടഞ്ഞു വെച്ചിരിക്കുക, അത് കയറി വാ എന്നും പറഞ്ഞുകൊണ്ടൊരു സീറ്റ് ഇട്ട് വന്നു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ആഗ്രഹം പറഞ്ഞു ഫിലിം കാണണോ? ഞാൻ പറഞ്ഞു എനിക്ക് കാണണം. ഇന്നത്തത് മാത്രം മതിയോ ഡെയിലി കാണണോ? എനിക്കെല്ലാം കാണണം. എന്നാൽ അതിനുള്ള സൗകര്യം ഉണ്ടാക്കി തരാം, ഒരു ഫോം ഒന്ന് പൂരിപ്പിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫോം പൂരിപ്പിച്ച് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരി ഒരാളുണ്ട്. അതിൽ രണ്ടുപേരും കൂടെ ചേർന്നും കൊണ്ടാണ് എനിക്ക് ഈ സാങ്ഷൻ ചെയ്യിച്ച് തന്നത്. പൊതുവേ ഉള്ളൊരു ധാരണയുണ്ട്, ഇന്നൊരു എറ്റിക്കറ്റ് ഉണ്ട്, ഒരു ഇന്ന ഡ്രസ്സ് ഇന്ന സാധനങ്ങൾ ഇട്ടിട്ട് വരണം, ഇതാണ് സ്റ്റാൻഡേർഡ് എന്നുള്ളൊരു സാധനം എല്ലാവരും പറയുന്നുണ്ട്. അതെല്ലാവരുടെ ഉള്ളിൽ ഓൾറെഡി ഉണ്ട്, ഒരു സ്റ്റെറിയോടിപ്പിക്കൽ ആയിട്ടുള്ള സാധനമാണ്. നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ചിട്ടോ നമ്മളെ വേഷങ്ങൾ വെച്ചിട്ടോ അല്ല ഒരാളെ ഒരിക്കലും ജഡ്ജ് ചെയ്യേണ്ടത്. മക്കളുടെ പ്രായത്തിനേക്കാളും താഴത്തെ പുള്ളി. ഏറ്റവും ഇത്രയും പ്രായമുള്ള കുട്ടികളെ എനിക്കില്ല. എനിക്ക് ഇവരിൽ കൂടി അവരിൽ കൂടി ഇവരെയും കാണാൻ ശ്രമിക്കാൻ ഈ ഒരു ഫീൽഡിൽ ഇതിനകമായിട്ട് സഹവസിച്ച് പ്രവർത്തിക്കുന്ന ഒരു കുട്ടീനെയായിട്ട് പരിചയപ്പെടാൻ അവർ എന്നെ പ്രോത്സാഹിപ്പിക്കാനും വന്നപ്പോൾ എൻ്റെ മക്കൾ ഇങ്ങനെയൊന്നും ആയിത്തീർന്നില്ലല്ലോ എന്നൊരു ദുഃഖം എനിക്ക് തോന്നി സത്യം പറഞ്ഞാൽ. റിയ ബേബിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. റിയ, ശരിക്കും ആ സെക്യൂരിറ്റിയിൽ നിന്നൊക്കെ അറിയണമെന്നുണ്ട്. ഈ മുത്തശ്ശൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ വേറെ ലെവലായിട്ടുള്ള ആൾക്കാർക്കുള്ളതാണ്, അതുകൊണ്ടൊന്ന് പോയെന്നൊക്കെയാണല്ലോ മുത്തശ്ശൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഈ വേറെ ലെവൽ എന്നൊക്കെ പറയുന്ന ആൾക്കാർ ആരാണ് എന്നുള്ള മറുപടി കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും അറിയണം എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ചിലപ്പോൾ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം ആ സെക്യൂരിറ്റി ഒക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്നും ആർജിച്ചെടുത്തതായിരിക്കാം. ഇങ്ങനെയുള്ള ആൾക്കാർ ഈ തരത്തിലാണ്, മറ്റുള്ളവർ ഈ തരത്തിലാണ് എന്നുള്ളത്. പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ട് ആ പെൺകുട്ടികളുടെ ഒരു ഇടപെടലുണ്ട്. ആ ഇടപെടൽ കഴിഞ്ഞ് അതിനുള്ളിലേക്ക് കയറി അദ്ദേഹത്തിന്റെ കഴുത്തിൽ ആ ഡെലിഗേറ്റ് പാസ് കാണുമ്പോൾ ഒരു സന്തോഷം. അദ്ദേഹം ചിരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളും ചിരിച്ചു പോകും. ഒപ്പം അഭിമാനവും തോന്നും ആ പെൺകുട്ടികൾ ആ രീതിയിൽ ഇടപെട്ടത് കാണുമ്പോൾ. അതെ, നമ്മുടെ ശ്യാമപ്രസാദവും ഒപ്പം തന്നെ ആദിത്യനും മൽഘോഷ് ചേട്ടനും പകർത്തിയ ദൃശ്യങ്ങളാണ്, അവരുടെ സ്റ്റോറിയാണിത്. വളരെ രസകരമായി അവരത് ഒരു സിനിമ പ്രാന്തൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, പലപ്പോഴും തമാശയായിട്ട് നമ്മൾ പറയാറുണ്ട്. സിനിമ അത്രയും ആഗ്രഹത്തോടെ നടക്കുന്നവരെയാണ് നമ്മൾ അങ്ങനെ പറയുക, സിനിമാ പ്രാന്തൻ എന്നൊക്കെ. അതേപോലെയാണ് ഈ പ്രസന്നൻ എന്ന് പറയുന്ന 70 വയസ്സുള്ള ഈ അപ്പൂപ്പനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സിനിമ കാണിക്കാം എന്ന് തീരുമാനിച്ച അനീഷയും അനീഷയുടെ ഒരു സുഹൃത്ത് കൂടിയുണ്ട്. ഈ രണ്ടുപേരും ചേർന്നാണ് ഇയാളെ സിനിമ കാണിക്കുന്നത്. സംഭവിച്ചത് ഈ വനിതാ ഫിലിം ഫെസ്റ്റിവൽ കൊച്ചിയിൽ നടക്കുകയാണ്. അപ്പോൾ ഗേറ്റിന് മുമ്പിൽ നിന്ന് എന്നാൽ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നൊന്ന്
അറിയാൻ വേണ്ടി ഒരു ആകാംക്ഷയോടെ കാത്തു നിന്നതാണ് ഇദ്ദേഹം. നാടകമൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്, സിനിമയും ഒരുപാട് കാണുന്ന ആളാണ്. അപ്പം സെക്യൂരിറ്റി പറഞ്ഞു ഇത് സിനിമാ ഫെസ്റ്റിവൽ ആണ് എന്ന് പറഞ്ഞപ്പോൾ എന്ത് ഫെസ്റ്റിവൽ ആണ് എന്നൊക്കെ അറിയാൻ, എന്താണ് അവിടെ നടക്കുന്നത്, ഏതൊക്കെ സിനിമകളാണ് ഉണ്ടാകുന്നത് എന്നൊക്കെ അറിയാൻ ഒരു കൗതുകം കൊണ്ട് ചോദിച്ചതാണ്. അദ്ദേഹം സാധാരണ പറയുന്നത് പോലെ നമ്മളിലൊക്കെ പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു ചിന്താഗതി ഉണ്ടല്ലോ, കുറച്ച് ആളുകൾ സിനിമ കാണേണ്ടവർ ഇവരൊക്കെയാണ്, അല്ലെങ്കിൽ ഈ വേഷത്തിലൊക്കെ വന്നാലേ സിനിമ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഈ കയ്യിൽ ബിഗ് ഷോപ്പറും ഒരു സഞ്ചിയും ഒക്കെ ആയിട്ട് വന്ന ഈ അപ്പൂപ്പനോട് പറഞ്ഞു ചേട്ടന് പറ്റിയ ഇടമല്ല ഇത്, മറ്റു ചില ആളുകളൊക്കെ വന്ന് സിനിമ കണ്ടു പോകുന്ന ഇടമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മാറ്റിവിട്ടു. അപ്പോഴാണ് ഈ അനിഷയും അനിഷയുടെ സുഹൃത്തും എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നത്. സിനിമ കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ഒന്നും ആലോചിച്ചില്ല, രണ്ടുപേരും അവിടെ ചെന്നു. കയ്യിലുണ്ടായിരുന്ന പണം കൊണ്ട് ആ ഒരു ദിവസം കാണാനുള്ള ടിക്കറ്റ് എടുത്തു കൊടുത്തു. അപ്പോഴും പ്രസന്നൻ ചേട്ടനോട് ചോദിക്കുന്നുണ്ട്, ഒരു ദിവസത്തെ സിനിമ കണ്ടാൽ മതിയോ അതെയോ മുഴുവൻ ദിവസവും സിനിമ കാണണമെന്ന്. അദ്ദേഹം പറഞ്ഞു എനിക്ക് മുഴുവൻ സിനിമകളും കാണണമെന്ന്. അങ്ങനെ അടുത്ത ദിവസം അവരുടെ കയ്യിൽ അന്നേരം ആ പണമേ ഉണ്ടായിരുന്നുള്ളൂ. തൊട്ടടുത്ത ദിവസം ബാക്കി തുക തരാം എന്ന് പറഞ്ഞ് മുഴുവൻ ദിവസവും സിനിമ കാണാനുള്ള ടിക്കറ്റ് പ്രസന്നൻ ചേട്ടന് എടുത്തു കൊടുത്തു. എന്ത് സന്തോഷത്തോടെയാണ് അദ്ദേഹം മറുപടി പറയുന്നതാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. എനിക്ക് ഇത്രയും സിനിമ കാണാൻ പറ്റിയല്ലോ, ഇതുപോലുള്ള കുട്ടികളെ കാണാൻ പറ്റിയല്ലോ, സിനിമയൊക്കെ ആസ്വദിക്കുന്ന ഇങ്ങനെ ഒരു തലമുറയുണ്ട് എന്നറിയാൻ പറ്റിയല്ലോ. ഒരു കുറേ തലമുറകളുടെ ഒരു മാറ്റം കൂടിയുണ്ട്. അങ്ങനെ കുറച്ച് നന്മ നിറഞ്ഞ, കുറച്ച് സന്തോഷം തരുന്ന വർത്തമാനങ്ങളും കാഴ്ചകളും ഒക്കെയായിരുന്നു ഇപ്പോൾ കണ്ട സ്റ്റോറി. അതിൽ എടുത്തു പറയേണ്ടത് ആ കുട്ടികളുടെ ഇടപെടൽ തന്നെയാണ്. നമ്മളൊക്കെ എന്തോരം സ്ഥലത്ത് എന്തോരം ആളുകളൊക്കെ ഇങ്ങനെ വന്ന് നോക്കി നിന്ന് തിരിച്ചു പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അപ്പോൾ അത് എന്തുകൊണ്ടാണ് അയാളത് തിരിഞ്ഞു പോകുന്നത് എന്ന് അന്വേഷിക്കാനുള്ള മനസ്സും, അത് സിനിമ കാണാൻ ആഗ്രഹം കൊണ്ടാണെന്ന് അദ്ദേഹം പറയുമ്പോൾ ടിക്കറ്റ് ഞങ്ങൾ എടുത്തു തരാം, കയ്യിൽ അത്ര പണമൊന്നും ഉണ്ടായിരുന്നില്ല, ജേർണലിസം വിദ്യാർത്ഥികളാണ്, എന്നാലും ടിക്കറ്റ് ഞങ്ങൾ എടുത്തു തരാമെന്ന് പറയാനുള്ള മനസ്സൊക്കെയാണ് ഈ സന്തോഷം പ്രസന്നൻ ചേട്ടനിൽ നിറയ്ക്കാൻ കാരണമായത്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ വന്ന് നോക്കിയപ്പോൾ എനിക്ക് ഇത് പറ്റാത്ത ഇടമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയ സങ്കടമൊക്കെ തോന്നി, അങ്ങനെയും ചില ഇടങ്ങളുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചപ്പോൾ സങ്കടം തോന്നി എന്നൊക്കെ അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ അത് നല്ല സങ്കടത്തോടെയാണെന്ന് നമുക്കറിയാം. മുമ്പ് സിനിമയൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്ന, നാടകമൊക്കെ സ്നേഹിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ ടൗണിലൊക്കെ വന്ന് പോയപ്പോൾ ഒന്ന് കാണണം എന്ന് ആഗ്രഹം തോന്നിയതാണ്. എന്തായാലും ഈ കുട്ടികളുടെയും ഇടപെടലും ഒപ്പം അദ്ദേഹത്തിന് സിനിമകളൊക്കെ കണ്ട് തിരികെ പോകാൻ കഴിഞ്ഞതുമൊക്കെ ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു. അതെ, തീർച്ചയായിട്ടും. ആദ്യം വലിയൊരു സങ്കടമാണ് അദ്ദേഹത്തിന് തോന്നിയത്. എന്തോ ഒരു പൊട്ടബുദ്ധിത്തരം കൊണ്ട് തന്നെ നമുക്ക് പറയാം, അങ്ങനെയൊക്കെ സെക്യൂരിറ്റിക്ക് പറയാൻ തോന്നി. പക്ഷേ നമ്മൾ പലപ്പോഴും ഈ ന്യൂ ജനറേഷൻ എന്ന് അടിച്ചമർത്തി പറയാറുണ്ടല്ലോ, അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ഈ തലമുറയിലെ ഒരുപാട് ആൾക്കാർ വേറെ വൈബ്, വേറെ ലെവൽ കുട്ടികളാണ്. അതുകൊണ്ടല്ലേ ആ അനിഷയ്ക്കും ആ സുഹൃത്തിനും അവർ രണ്ടുപേരും ഇത്രയും വലിയൊരു ഇടപെടൽ നടത്താനായത്. ആ മുത്തശ്ശൻ എന്നെ ചിരി കാണുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാണ്. ആ അനിഷയ്ക്കും ആ കൂട്ടുകാരിക്കും തന്നെ വലിയൊരു കയ്യടി ആദ്യം നൽകണം. ശരി റിയ.